അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്ത ഒരു തോട്ട് വന്നാൽ ഞാൻ ചെയ്യും. ഗുരു കാരണവന്മാരുടെ സ്നേഹവും ഒരു ഗുരുത്വവും ഉള്ള ഒരാളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി, അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. എൻ്റെ അമ്മയുടെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ ഒരുപാടുണ്ടാകും, പക്ഷെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാത്രം അത് സാധിക്കില്ലല്ലോ, അത് സംഭവിക്കണം. അപ്പോൾ അങ്ങനത്തെ റോളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളില്ല. നല്ല സിനിമ ചെയ്യണം, നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അത് സംഭവിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് പ്രൊഡക്ഷനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ സിനിമ, ഇഷ്ടമുള്ള സിനിമ എടുക്കാൻ പറ്റില്ല. അതൊരു കൂട്ടായ്മയാണ്, ഒരാളുടെ ഒരു ബുദ്ധിയിൽ നിന്നുണ്ടായി, അതൊരു പേനാത്തുമ്പിലൂടെ പേപ്പറിലായി ഒരുപാട് പ്രോസസ്സാണ്. അപ്പോൾ അതാണ് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ഒരു നന്ദി നമ്മുടെ പ്രൊഫഷനോട് കാണിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നല്ല റോള് കിട്ടുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട്. ഇപ്പം ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരോട് അഭിനയിക്കാൻ സാധിച്ച വളരെ അപൂർവം പേരിൽ ഒരാളാണ് ഞാൻ. പ്രേം നസീർ സാറായാലും, ശിവാജി ഗണേശനായാലും, നാഗേശ്വർ റാവു ആയാലും, അമിതാഭ് ബച്ചനായാലും, രാജ്കുമാർ സാറൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളാണ്. പത്തിക്കുറിശി സാറ്, SP പിള്ള സാറ്, അങ്ങനെയൊക്കെ വളരെ അടൂർ ഭാഷ, അങ്ങനെ ഒരുപാട് ഗുരു കാരണവന്മാരുടെ സ്നേഹവും ഒരു ഗുരുത്വവും ഉള്ള ഒരാളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് ഡയറക്ടേഴ്സും, അതുപോലെ തന്നെയാണ് എൻ്റെ കൊളീഗ്സും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അമ്മയുടെ അടുത്ത് പോയി കാര്യം അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി, അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുന്ന അമ്മയാണ്, പക്ഷെ അമ്മ അത് മനസ്സിലാക്കി അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എല്ലാം മനസ്സിലാകും, സംസാരിക്കാൻ കുറച്ച് സ്ലറുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാകും. അപ്പോൾ എന്തായാലും അമ്മയുടെ ഒരു അനുഗ്രഹം എൻ്റെ പുറകെ ഞാൻ എൻ്റെ മാതാപിതാക്കളെ അതാണ് ഞാൻ പറഞ്ഞത്, അവരെ തീർച്ചയായിട്ടും ഓർക്കുന്നു. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അമ്മയുടെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അദ്ദേഹം എപ്പോഴും വലിയ തമാശകൾ പറയുന്ന ആളല്ലേ അല്ലേ? അദ്ദേഹം അതിനെ ഏറ്റവും ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. അദ്ദേഹമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുള്ള ആളാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു സിനിമയിൽ അഭിനയിച്ച ആളാണ്. ഒരു കൾട്ട് ഫിലിമായിട്ട് മാറിയതാണ് കമ്പനി എന്നുള്ള ഫിലിം. അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം അത്രയും ഒരു ഹ്യൂമർ, അത്രയും ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ആളാണ്. അപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വ്യത്യസ്തമായിട്ട് രാം ഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ടൊന്നും മീൻ ചെയ്തതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളുണ്ടല്ലോ. അതൊക്കെ വിമർശനങ്ങളാ, ആ സമയമല്ലേ. ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റി നടക്കുന്ന ഒരാളല്ല. അത് ആ സമയം കഴിഞ്ഞു. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ ദാസ എന്ന് പറയുന്നത്. ഇപ്പം അതൊക്കെ മറക്കൂ. ഇപ്പം ഈ പ്രസൻറ്റിൽ ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ സമയമാണല്ലോ. അപ്പോൾ ആ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്നത്? നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. മുന്നോട്ടും ചിന്തിക്കേണ്ട, ഈ പ്രസൻറ്റിൽ ചിന്തിക്കാം. അതാണ് പറയുന്നത്. ഞാൻ ഈ നിമിഷത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. ഈ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അല്ലാതെ പുറകിലേക്ക് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത്? എല്ലാം കഴിഞ്ഞു പോയ കാര്യമാണല്ലോ. അപ്പം നാളെക്കുറിച്ചും ചിന്തിക്കാൻ പാടില്ലെന്ന്, പക്ഷേ നാളെക്കുറിച്ച് ചിന്തിക്കണം. നാളെ എത്ര മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്? നാളെ ഞങ്ങൾ ദൃശ്യം 3 തുടങ്ങുന്ന ദിവസമായിരുന്നു. നാളെ ഞങ്ങൾ രാവിലെ തുടങ്ങും. അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് പോകണം, എന്ത് ഡ്രസ്സ് ഇടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ 23rd ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെൻ്റ് അല്ലേ, അവിടെ ആ ഡയസിൽ പോയിട്ട്. ഇതിനു മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് 5 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 5 പ്രാവശ്യത്തോളം, 5-ൽ കൂടുതൽ, 7-8 പ്രാവശ്യം ടൈ വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലവും പരിസരമൊക്കെ എനിക്കറിയാം. എന്നാലും അവിടെ പോയി അത് വാങ്ങിക്കും. എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാർ കാണുകയും അതൊക്കെ ചെയ്യുന്നൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു, എന്താ പറയുന്നത്, ഒരു സന്തോഷത്തിൻ്റെ സമയമാണ്.
എന്താ എപ്പോഴും അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോൾ നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരു ഷൂട്ടിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ അവർക്കിത് പറഞ്ഞ് ഓക്കെ ആണോ എന്ന് ചോദിക്കണം അല്ലേ. നമുക്കത് ആ കൺസെൻറ്റ് കിട്ടിയാലേ അവർക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആദ്യം നമുക്കത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ അല്ലേ. ഒരു വൈൽഡ് ഡ്രീമിൽ പോലും അല്ലേ, ഒരു ഇൻസെയിൻ ഡ്രീം, നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോഴുണ്ടാകുന്നൊരു എന്താ അവർ പറയുന്നത്, അതിനൊരു ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എന്നാലും ഒരു സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകുന്നൊരു മൊമെൻ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കും എന്താണ് ഒന്നുകൂടെ പറയുമെന്ന് കാര്യം ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ. ഇപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. കാര്യം അത് സത്യമാണോ എന്ന്. കാര്യം ഇതൊരു വളരെ പരമോന്നത ബഹുമതി എന്നൊക്കെ വേണമെങ്കിൽ പല പത്രക്കാർ എഴുതിയതിൽ നിന്നാണ് ഞാൻ പറയുന്ന ആ വാക്ക്. അങ്ങനെ വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല. ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബഹുമതിയാണ്. ഒരു മലയാള സിനിമയ്ക്കുള്ളൊരു ബഹുമതിയാണ്. മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരെ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കൊക്കെ ഉള്ളൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ആരും എന്താ ചോദിച്ചു? മോഹൻലാൽ ലോകത്തെ വേറെ ഏതൊരു കോൺഫിഡൻസെങ്കിൽ നേരത്തെ തന്നെ ലോകോത്തര നടനായിരുന്നു. പക്ഷേ മലയാളത്തിൽ വേദനിക്കൊണ്ടൊരു നേട്ടം താങ്കൾ തിരുത്തിയിട്ടുണ്ട്. ഏറ്റവും കൃത്യ സ്ഥലത്താണ് ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിമിതി, ഇൻഡസ്ട്രി ഒരു പരിമിതി അല്ലാന്ന് കൂടി നമ്മൾ തെളിയിക്കുകയാണ്. ഇനി പരിമിതികളൊന്നും ഇല്ലല്ലോ. സിനിമയ്ക്ക് ഒരുപാട് ഓപ്പണിംഗ് ആണല്ലോ. ഇപ്പം ടെക്നോളജി മാറി, പഴയ സിനിമ പോലെ അല്ലല്ലോ. ഇപ്പം മലയാള സിനിമ എന്ന് പറയുന്ന എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് വരുന്ന സിനിമയാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്കുള്ള ഇപ്പോൾ ഒരു സിനിമ വേണമെങ്കിൽ ഒരു 200 ഭാഷയിൽ ഡബ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. അപ്പം ആ ഒരു ഗേറ്റ് ക്രാഷ് ആയിരുന്നു ഒരു പീരിയഡ്. അതൊക്കെ മാറി ഇപ്പം സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്നു. അപ്പം മലയാള സിനിമ, തമിഴ് സിനിമ എന്നില്ല, സിനിമ എന്നൊരു ലാംഗ്വേജിലേക്ക് അത് മാറി. അതുകൊണ്ട് അത്തരം പരിമിതികൾ മലയാള സിനിമയ്ക്കില്ല. പക്ഷേ നമ്മുടെ കോണ്ടൻറ്റ് വൈസൊക്കെ വളരെ ശക്തമായ പ്രമേയങ്ങളുള്ളൊരു സിനിമ ഇൻഡസ്ട്രി ആയിട്ടിപ്പോഴാണ് മലയാളത്തിനെ കാണുന്നത്. അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ചോദിച്ചാൽ ഇപ്പം എനിക്കൊന്നും പറയാനില്ല. ബാക്കി ഞാൻ നിർമ്മിക്കുന്ന ആളാണ്. കാര്യം അതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ടായിരുന്നു. ഒരു 3D ആരും ചെയ്യാത്തൊരു കാര്യം. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്ത ഒരു തോട്ട് വന്നാൽ ഞാൻ ചെയ്യാം.